അങ്ങനെ കാട്ടിലൂടെയുള്ള ആ സാഹസിക യാത്രയ്ക്കൊക്കെ ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും കാണാൻ പോകുന്ന കാഴ്ചകൾ നമ്മുടെ അച്ചൻകോവിലിനെ ചുറ്റിപ്പറ്റിയുള്ളതും അമ്പലത്തിലെ വിശേഷങ്ങളും ഒക്കെ തന്നെയായിരിക്കും. ശബരിമലയ്ക്ക് സമീപം വനാന്തരത്തിന് നടുവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് നമ്മുടെ അച്ചൻകോവിൽ അയ്യപ്പ ക്ഷേത്രം. ആദ്യ നോട്ടത്തിൽ തന്നെ ഒരു സാധാരണ അമ്പലം പോലെ നമുക്ക് തോന്നുമെങ്കിലും ഈ അമ്പലത്തെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കഥകൾ വളരെ കൗതുകം ഏറിയതാണ്. ഇവിടുത്തെ പ്രധാന ദൈവം നമ്മുടെ സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണ്. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് പരശുരാമൻ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. പിന്നീട് ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ വനത്തിൽ വിഷബാധകൾക്ക് ചികിത്സ നൽകുവാൻ അയ്യപ്പൻ തന്നെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതെന്നും വിശ്വാസം. ക്ഷേത്രത്തിനുള്ളിൽ തന്നെയുണ്ട് ഒരു ഔഷധ ജല ഉറവ. ഇന്നും ഭക്തർ വിശ്വസിക്കുന്നത് ആ വെള്ളം വിഷബാധകൾക്കും രോഗങ്ങൾക്കും അത്ഭുതകരമായ ചികിത്സയാണെന്നാണ്. ഇവിടെ തിരുമേനി നടത്തുന്ന വിഷശാന്തി പൂജകൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അമ്പലത്തിൽ നിന്നും നൽകുന്ന ചന്ദനവും തീർത്ഥവും സേവിച്ചാൽ പാമ്പ് കടിയേറ്റ് വിഷബാധ മാറുമെന്നും ഒരു വിശ്വാസമുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും തുടങ്ങി തെങ്കാശി വരെയുള്ള വനപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാടിൻ്റെ ആഴങ്ങളിൽ നിന്നും കേൾക്കുന്ന പക്ഷികളുടെ ശബ്ദവും വഴിയിലൊക്കെ കാണുന്ന മയിലുകളും കുരങ്ങുകളും ഇടയ്ക്കിടെ കാണാൻ സാധിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും യാത്രയെ മറക്കാനാകാത്ത ഒരു അനുഭവം തരുന്നു. മണ്ഡലകാലത്തും മകരവിളക്ക് ഉത്സവത്തിലും ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നു. എന്നാൽ അത്ര തിരക്കില്ലാത്ത സമയത്തെത്തുമ്പോൾ വനാന്തരത്തിൻ്റെ ആഴത്തിൽ ക്ഷേത്രത്തിൻ്റെ ശാന്തത അനുഭവിക്കാം. അങ്ങനെ അച്ചൻകോവിൽ ഒരു ക്ഷേത്ര ദർശനം മാത്രമല്ല, അതൊരു യാത്രാനുഭവം കൂടിയാണ്. ഭക്തിയുടെയും ചികിത്സയുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ഒരു സംഗമം. അങ്ങനെ അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ്, അതായത് ഏകദേശം അച്ചൻകോവിൽ അമ്പലത്തിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, കുംഭവരുട്ടി എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഓഫീസുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരാൾക്ക് 50 രൂപയുടെ ഒരു ടിക്കറ്റാണ്. അപ്പോൾ നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നേരെ നടന്നിട്ട് വേണം കുംഭവരുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കുംഭവരുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു ആദ്യത്തെ ഒരു കവാടം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് വേണം മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട്. ഇവിടുന്ന് വെള്ളച്ചാട്ടം വരെയുള്ളൊരു യാത്ര, ആ ഒരു നടന്നുള്ളൊരു യാത്ര ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് കാടിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ ട്രെക്ക് ചെയ്ത് അത്യാവശ്യം നടക്കാനുണ്ട്. ഏകദേശം ഒരു 1/2 കിലോമീറ്ററെങ്കിലും അടുത്ത് നടക്കാനായിട്ടുണ്ട്. പക്ഷെ ആ ഒരു കാഴ്ചകളൊക്കെ വളരെയധികം ഭംഗിയാണ്. ഈ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളവും എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കയ്യിലെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും, വെള്ളച്ചാട്ടത്തിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു പോർഷനൊക്കെ ഭയങ്കര രസമാണ്. ചെറിയൊരു പാലം പോലെ വരും, നമുക്ക് അതിന് മുകളിൽ കൂടെ നടന്നിട്ട് വേണം പോകാനായിട്ട്. ഇവിടെയൊക്കെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ഇറങ്ങി നല്ല ഫോട്ടോസൊക്കെ എടുക്കണം പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ പയ്യെ മുന്നോട്ടേക്ക് നീങ്ങി.
ഈ പാറകളിലൂടെയൊക്കെ ഒഴുകി വരുന്ന വെള്ളത്തിന് എന്ത് ക്ലാരിറ്റി ആണല്ലേ. നമുക്ക് വെറുതെ നോക്കിയാൽ തന്നെ അതിൻ്റെ അടിയിൽ എന്താണുള്ളതെന്ന് കാണാൻ സാധിക്കും. അത്രയും പ്യുവറായിട്ടുള്ള വാട്ടറാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു അവിടെ പോയത്. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നിന്ന് സംസാരിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു ഈ ഒരു നടത്തം അവിടെ വരെ പോയതൊക്കെ. അത്യാവശ്യം കുറേ പാറക്കെട്ടുകളും, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ചുകൂടെ മഴയുള്ള ടൈമിൽ പോവുകയാണെങ്കിൽ ആ ഒരു സൈഡിൽ കാണുന്ന ഏരിയയിലൊക്കെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ പോയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം ചൂടുണ്ടെങ്കിൽ നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചൂടും കാര്യങ്ങളൊന്നും അനുഭവപ്പെട്ടില്ല. അതുപോലെ തന്നെ ആ കാട്ടിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് ഫുള്ളായിട്ടൊന്ന് റിലാക്സ് ആക്കാൻ ഞങ്ങൾ ഈ വെള്ളച്ചാട്ടം നേരത്തെ നോക്കി വെച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളും ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങളങ്ങനെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇത്രയും വലിയൊരു മരം ഇതിനു മുന്നേ കണ്ടിട്ടില്ല. അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ കണ്ടില്ല. ഈ ഒരു മരത്തിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരിട്ടൊന്നും കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഭയങ്കര വലുതാണ്, ഭയങ്കര വലിയൊരു മരമാണ്. അത് ഭയങ്കര അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു അവിടെ ഉള്ളതിൽ. അങ്ങനെ ഞങ്ങൾ പയ്യെ മുന്നോട്ടേക്ക് തന്നെ നീങ്ങി. അങ്ങോട്ടേക്ക് നടക്കും തോറും കാഴ്ചകളൊക്കെ ഭയങ്കര ഭംഗി കൂടിക്കൊണ്ടേയിരുന്നു. വെള്ളച്ചാട്ടവും ആ ഒരു വെള്ളം ഒഴുകുന്ന സൗണ്ടും കാടിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് ആ ഒരു ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു ആ ഒരു നടത്തം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് നമ്മൾ ആ കറക്റ്റ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടിത്തുടങ്ങുന്നത്. അത്രയ്ക്ക് ഒരുപാട് വെള്ളമില്ലായിരുന്നെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാനും കാര്യങ്ങൾക്കും കളിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു വെള്ളം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ദൂരെ നിന്ന് തന്നെ നമുക്ക് അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുടെയൊക്കെ സഞ്ചാരികളുടെയൊക്കെ സൗണ്ട് കേൾക്കാമായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും അവിടെ കളിക്കുകയും കുളിക്കുകയും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമൊന്നും മടിച്ചു. അത്രയും ക്രൗഡിനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങണോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നിന്നെങ്കിലും പിന്നെ എന്തായാലും വന്നതല്ലേ, എന്തായാലും ഇറങ്ങണം എന്നുള്ളൊരു മൂഡിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സും ഞങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ഒരു പാറയുടെ മുകളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. ഡ്രസ്സൊക്കെ മാറിയിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൽ ടൈം സ്പെൻഡ് ചെയ്തു. അതായത് നമ്മൾ ഈ റൂട്ട് പോകുമ്പോഴാണ് അത്യാവശ്യം നേരത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയൊരു റൂട്ട് തന്നെയാണ് ഫാമിലിയായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വെള്ളത്തിലിറക്കാം. അധികം ആഴമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വെള്ളച്ചാട്ടവും അതിൻ്റെ അടിവശവും കാര്യങ്ങളൊക്കെ ആർക്കും വേണമെങ്കിലും സുഖമായിട്ട് ഇറങ്ങി നിന്ന് ചിരിച്ച് കളിച്ച് ചില്ലടിച്ച് പോകാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ ഇതാണ് നമ്മുടെ കുംഭവരട്ടി വെള്ളച്ചാട്ടം. അപ്പോൾ ഇത് കൊല്ലം ജില്ലയിലാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മൾ ആ ഒരു ബോർഡർ, പത്തനംതിട്ടയുടെ ബോർഡർ കഴിഞ്ഞിട്ട് ഇങ്ങ് എത്തി. അപ്പോൾ ഇതൊരു നമ്മുടെ കൊല്ലം സൈഡിലാണ് ശരിക്കും ഉള്ളത്. ഇപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് വരുവാണെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് നേരെ തെങ്കാശിക്ക് നമുക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു റൂട്ട് പിടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പയ്യെ ഡ്രസ്സൊക്കെ മാറി ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി. അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളൊരു സൈഡിലേക്ക് പയ്യെ മാറി പാറക്കെട്ടുകളുടെ ഇടയ്ക്ക് കൂടെ കുറച്ച് ഷോട്ട് എടുക്കാനും ഒക്കെ ആയിട്ട് പയ്യെ ബാക്കിലേക്ക് നീങ്ങിയിരുന്നു. കാരണം വെള്ളം വീഴുന്നതിൻ്റെ അവിടെ അത്യാവശ്യം ക്രൗഡായതുകൊണ്ട് തന്നെ അവർ ഒന്ന് റിലാക്സായി മാറുമ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് ഓർത്ത് ഞങ്ങളൊന്ന് മാറി. അങ്ങനെ ആദ്യം നമ്മുടെ അനന്തനായിരുന്നു ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സൊക്കെ അറിയാനായിട്ട് പോയത്. അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ അധിക നേരമൊന്നും നമ്മൾക്ക് അങ്ങനെ നിൽക്കാനായിട്ട് പറ്റില്ല. എങ്കിൽ പോലും നല്ല തണുത്ത വെള്ളമാണ്. നമുക്ക് മേത്തേക്ക് കല്ല് വന്ന് വീഴുന്ന ഒരു ഫീലാണ്. അത് അത്രയും ഫോഴ്സിലാണ് ആ ഒരു വെള്ളം വന്ന് വീഴുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയപ്പോഴാണ് ഈ ഒരു ഗ്യാങ് ഭയങ്കര രസമായിരുന്നു. ഞാൻ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് കുറേ വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവർ അഭ്യാസ പ്രകടനങ്ങളായിരുന്നു അവിടെ. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു, വളരെ എൻജോയ് ചെയ്ത് എല്ലാവരും. അവിടെ എല്ലാവരും തമിഴ്നാട്ടിൽ നിന്ന് വന്ന് അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് വരുന്നത്.
യാത്രയെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകളുടെ കൂടെ അന്ന് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റതും ആ വെള്ളച്ചാട്ടത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയതൊക്കെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അവരുടെ ഒരു സന്തോഷവും എൻജോയ്മെൻറ്റ് കാണുമ്പോൾ പോലും എനിക്കാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു അവരും അത്യാവശ്യം പ്രായമായി എൻജോയ് ചെയ്യാൻ വന്ന അത്യാവശ്യം പ്രായമുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അങ്ങനെ ഞാനും പയ്യെ ആ വെള്ളച്ചാട്ടത്തിനടിയിലേക്ക് പോയി കുറച്ച് നേരം ഒന്ന് നനഞ്ഞു. അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു, എന്നാലും മാക്സിമം എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. എന്തായാലും വീഡിയോ എടുത്തു കൊടുത്തതിന് ഉപഹാരമായിട്ടാണോ എന്നറിയില്ല, അവരെന്നെ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് കുറേ നേരം വെള്ളത്തിലിട്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ തന്നെ ഓർത്തു അവരെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവൻ ഓർത്തിട്ട് ഞാൻ ഇതിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും എനിക്ക് വളരെയധികം സന്തോഷമാണ് അത് കാണുമ്പോൾ. അങ്ങനെ കുംഭവരട്ടി വെള്ളച്ചാട്ടം എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ നടന്നു പോയ വഴിയിലുള്ള കാഴ്ചകളാണ്. അന്നേരം ഞങ്ങൾ തിരിച്ച് നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒപ്പിയെടുത്ത കുറച്ച് വീഡിയോസാണ് ഇതെല്ലാം. എന്ത് രസമുള്ള ഫ്രെയിംസ് ആണെന്നറിയോ. ഈവൻ ഒരു നമ്മുടെ ഈ കല്യാണത്തിൻ്റെയൊക്കെ ഒരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഒരു പ്രീ വെഡ്ഡിങ് ഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. ഭയങ്കര രസമാണ്, ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ കുറേ മീനുകളെയും ഒക്കെ നമുക്ക് ആ വെള്ളത്തിൽ കാണാൻ നല്ല ക്ലാരിറ്റിയോടെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരെ തിരിച്ച് ആ ഫോറസ്റ്റിൻ്റെ ഓഫീസിൻ്റെയൊക്കെ അവിടത്തേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ എല്ലാ വീഡിയോയിലും ഇവരുണ്ടാവാറുണ്ട്. പക്ഷേ ഇവർ ഇപ്രാവശ്യം ഭയങ്കര വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അവിടെ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ അവർ ഭയങ്കര വിഷയമായിരുന്നു അവിടെ. എന്തായാലും അതൊക്കെ ഒപ്പിയെടുത്തുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. അങ്ങനെ ഞങ്ങൾ പയ്യെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി അവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പോൾ ഇതുപോലെ അവിടുത്തെ ഒരു ഫോറസ്റ്റിലൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങളടുത്ത് പറഞ്ഞത് തെങ്കാശി ആ റൂട്ട് എന്തായാലും തിരിച്ച് അങ്ങനെയാണ് പോകുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് തിരുമലൈ കോവിൽ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് അത്. നമ്മുടെ കുംഭവരട്ടി വെള്ളച്ചാട്ടത്തിൽ നിന്നും ഏകദേശം ഒരു 14 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. എന്നിട്ട് അതും നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് നേരെ ചെങ്കോട്ടെ പുനലൂർ വഴി തിരിച്ച് വീട്ടിലേക്കെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തു. നമ്മൾ പയ്യെ ചുരമൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേനും ദൂരേന്ന് തന്നെ നമുക്ക് തെങ്കാശിയും അവിടുത്തെ ഡാമും ആ ഒരു ഭൂപ്രകൃതിയും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട വേറൊരു കാര്യം, റോഡിൻ്റെ ഒരു രീതി മാറുമ്പോൾ തന്നെ നമുക്കറിയാം തമിഴ്നാട് എത്തിയെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഒരു തമിഴ്നാടിൻ്റെ റോഡ് കിട്ടിയപ്പോൾ തന്നെ വളരെയധികം ആശ്വാസമായിരുന്നു. കാരണം അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, തമിഴ്നാട്ടിലെ റോഡുകൾ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് എപ്പോഴും. അങ്ങനെ ഞങ്ങൾ പയ്യെ ചുരം ഇറങ്ങി താഴെ നമ്മുടെ തിരുമലൈ കോവിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടിലേക്ക് എത്തി. അങ്ങനെ ഒരു 1 ഡേ ട്രിപ്പിന് ഇറങ്ങിയപ്പോൾ 2 സ്റ്റേറ്റ് കവർ ചെയ്യാൻ പറ്റിയ സന്തോഷത്തിലായിരുന്നു ഞാൻ. എന്തായാലും തമിഴ്നാടും നമ്മൾ കയറി, അങ്ങനെ തിരിച്ച് കേരളത്തിലേക്ക് തന്നെ. അങ്ങനെ എന്തായാലും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയ റൂട്ടാണിത്. നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നും നേരെ അച്ചൻകോവിൽ അറ്റൻഡ് ചെയ്യുക, അവിടെ നിന്ന് നേരെ തെങ്കാശി ഇറങ്ങി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പയ്യെ നമ്മുടെ തിരുമലൈ കോവിലിൻ്റെ ഏറ്റവും താഴത്തെ റോഡിലുള്ള ഒരു ബേസ്മെൻറ്റിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഹൈറ്റ് മാത്രമേ വരുന്നുള്ളൂ തിരുമലൈ കോവിലിന്. എന്നിരുന്നാലും നമുക്ക് ബൈക്ക് അങ്ങ് ഒരു മേളിൽ വരെ ചെല്ലും വണ്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ നടക്കണം എന്നുള്ളൊരു തോട്ട് കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് സുഖമായിട്ട് നമ്മുടെ വണ്ടി കാറാണോ ബൈക്കാണോ നമുക്ക് സുഖമായിട്ട് മേളിൽ വരെ കൊണ്ടു ചെല്ലാം. താഴെ ചെറിയൊരു എമൗണ്ട് നമ്മൾ അടയ്ക്കണം.
വണ്ടി കൊണ്ടുപോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ യാത്ര മേളിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും അങ്ങനെ ഇരുന്ന് ഓടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒരു 4-5 വളവ് കഴിയുമ്പോൾ തന്നെ നമ്മളങ്ങ് മേളിലെത്തും. അപ്പോൾ പക്ഷേ ഈ പോകുന്ന റൂട്ടിലുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ്. തെങ്കാശിയിലുള്ളൊരു ഡാമും അവിടുത്തെ ഒരു ഏരിയ ഒക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സൈറ്റ് സീയിങ് പ്ലേസ്. ഇതിൽ പോകുന്നതിലൊരു വ്യൂ പോയിൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെയാണ്. അത്യാവശ്യം വണ്ടി വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണിത്. ദൂരെ നമുക്ക് തെങ്കാശിയിലുള്ളൊരു ഡാമും അവിടുത്തെ കാഴ്ചകളും വെള്ളക്കെട്ടും നിരന്ന് നിൽക്കുന്ന തെങ്ങിൻ കൃഷികളും ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ കാണാൻ തന്നെ. അപ്പോൾ ഇതിലെടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് അത് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും അങ്ങനെയാണത്തെ കാഴ്ചകളാണ് അവിടെ ഉള്ളത്. ദൂരെ വലിയ മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി വ്യൂ പോയിന്റ്. അങ്ങനെ അവിടെ നിന്നും കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ തിരുമലൈക്കോവിൽ അമ്പലത്തിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഈ പോകുന്ന റൂട്ടും ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയാണ്. നല്ല റോഡാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് തന്നെ പോകാൻ സാധിക്കും. യാത്ര കാര്യങ്ങളൊക്കെ സുഖകരമാണ്. അങ്ങനെ ഒരു 1-2 ഹെയർ പിൻ കയറി മേളിലെത്തുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിലെത്താം. ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ അമ്പലത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഉൾവശമൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾക്ക് ഏറ്റവും ടോപ്പിലെത്തുക, ആ ഒരു വ്യൂ എടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും മെയിൻ ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലെത്തി. അങ്ങനെ വണ്ടിയൊക്കെ സൈഡിൽ പാർക്ക് ചെയ്ത് കുറേ നേരം അവിടെ റിലാക്സ് ചെയ്ത് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ തന്നെ നിന്നു. അങ്ങനെ ഞങ്ങൾ പയ്യെ ബൈക്കൊക്കെ നിർത്തി ആ ഒരു തിരുമലൈക്കോവിലെ ഏറ്റവും ടോപ്പ് ഏരിയയിലൊക്കെ ഒന്ന് നടന്ന് ആ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ നിന്നു. അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളും ഉച്ച സമയം ആയിരുന്നാൽ പോലും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമ്മൾ റിലാക്സ് ആയിട്ട് തന്നെയായിരുന്നു. അത്യാവശ്യം തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ പയ്യെ ഈ വരമ്പിലൂടെയൊക്കെ നടന്ന് കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു. ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് അവിടെ ഇരിക്കുകയൊക്കെ ആണെങ്കിലും ദൂരെ ഈ കാഴ്ചയൊക്കെ ഉണ്ട്. നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അവിടെ മേലെ അങ്ങനെ കടകളും കാര്യങ്ങളൊന്നുമില്ല, അമ്പലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കയ്യിലത് കരുതാൻ മറക്കരുത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ട് തമാശകളും കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങളങ്ങനെ കുറേ കറങ്ങി നടന്നു. ആ ഏരിയ അത്യാവശ്യം അടിപൊളിയാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരും കേരളത്തിൽ നിന്നാണെങ്കിലും അവിടെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് വണ്ടികളൊക്കെ കണ്ടു. എല്ലാവരും പോകുന്നൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഹൈറ്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഗൂഗിൾ മാപ്സിൽ ഈ ഒരു സ്ഥലമുണ്ട്. തിരുമലൈക്കോവിൽ നിന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം നല്ല ഹൈറ്റൂടെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു വ്യൂവും ആ അമ്പലവും ഒക്കെ കണ്ട് നമുക്ക് യാത്ര മടങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട്
നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനും കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ച് താഴെ എത്തി. അപ്പം നല്ല ദാഹവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പിരിയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ തിരുമലൈ കോവിൽ കൊണ്ട് തന്നെ നമ്മുടെ അച്ചൻകോവിൽ യാത്ര ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റൂട്ടും ഈ ഒരു കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ അടുത്തൊരു യാത്രയുടെ വിശേഷമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും ബൈ ബൈ.